അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതിലേക്ക് 250 ml കപ്പിന് 4 കപ്പ് പൊരി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു 4 കപ്പ് പൊരി ഇതാ എടുത്തിട്ടുണ്ട്. ഇത് അധികം വിലയൊന്നുമില്ല, അപ്പോൾ എല്ലാ സ്ഥലത്തും ഈ പൊരി വാങ്ങാൻ കിട്ടും. നമ്മൾ സാധാരണ ഇത് വെച്ചിട്ട് പൊരി ഉണ്ടല്ലേ തയ്യാറാക്കി കഴിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വായിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. 100 ഗ്രാം പൊരി തികച്ചില്ല. അപ്പോൾ ഈ പൊരി എല്ലാ സ്ഥലത്തും വാങ്ങാൻ കിട്ടും. ഇപ്പോൾ ഉത്സവ സമയമൊക്കെ ഇല്ല, അപ്പോൾ എല്ലായിടത്തും ഇത് വാങ്ങാൻ കിട്ടും. അപ്പോൾ അധികം വിലയൊന്നുമില്ല, 20 രൂപയൊക്കെ ആവുള്ളൂ. അപ്പോൾ ഈ പൊരിയാണ് ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പ് കശുവണ്ടിയാണ്. അപ്പോൾ ഒരു 1/4 കപ്പ് കശുവണ്ടി ഇതായി എടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും വേണ്ട, ഒരു കൈപിടി മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ കശുവണ്ടിക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിലക്കടലയും എടുക്കാവുന്നതാണ്. ഒരു 1/4 കപ്പ് എടുത്താൽ മതി. ഏതായാലും ടേസ്റ്റ് കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പം കശുവണ്ടി ആകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും, അതുകൊണ്ടാണ് കശുവണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ കശുവണ്ടി ഇല്ലാന്നുണ്ടെങ്കിൽ നിലക്കടല എടുത്താലും മതി. തൊരി ഇല്ലാത്ത നിലക്കടല വേണം എടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഈ കൈപിടിക്ക് ഒരു 1/4 കപ്പ് കശുവണ്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ പൊരി നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ നിറം മാറാത്ത രീതിയിൽ വേണം ഈ പൊരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പൊരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഒരുപാട് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ചെറിയ രീതിയിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ പൊരിയും കശുവണ്ടിയും ഇട്ട് കൊടുക്കാം. ഫ്ലെയിം വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നിറം മാറാത്ത രീതിയിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മളിത് പൊടിച്ചെടുക്കുന്ന സമയത്ത് നല്ലോണം പൊടിഞ്ഞ് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ റോസ്റ്റ് ചെയ്യാതെ നമ്മൾ പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം പൊടിഞ്ഞ് കിട്ടില്ല. അതുപോലെ തന്നെ ഈ പൊരി വാങ്ങുന്ന സമയത്ത് ഫ്രഷ് ആയിട്ടുള്ള പൊരി വേണം വാങ്ങാനായിട്ട്. ഒരുപാട് പഴകിയ പൊരിയൊന്നും വാങ്ങരുത്, എന്നാൽ പിന്നെ അതിൽ പുഴുവൊക്കെ കാണും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വാങ്ങുക. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് ചേരുവകൾ മാത്രമേ ഉള്ളൂ. കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തും അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തും ഒക്കെ പൊരിയും കുറച്ച് കശുവണ്ടിയോ അല്ലെങ്കിൽ നിലക്കടലയോ കുറച്ച് ബദാമോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പൊരി മാത്രമായിട്ട് നമ്മളിത് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കശുവണ്ടിയും കൂടി ചേർത്തിട്ട് ഇത് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഉത്സവ സമയം ആയതുകൊണ്ട് എല്ലാ ഭാഗത്തും ഇതുപോലെ പൊരി ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ വില കുറച്ച് നമുക്ക് വാങ്ങാൻ കിട്ടും. ഇനി ഇതൊന്ന് റോസ്റ്റായി വരട്ടെ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ഫ്ലെയിം കുറച്ചിട്ടിട്ട് ഇതാ വറുത്തെടുത്തിട്ടുണ്ട്. പിടിച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇതാ ഒടിഞ്ഞ് വരുന്നത്. ഇപ്പോൾ ക്രിസ്പി ആയിട്ട് അതാ വന്നിട്ടുണ്ട്. ചൂട് മാറി കഴിയുമ്പോൾ കുറച്ചും കൂടെ ക്രിസ്പി ആവും. നമ്മൾ സാധാരണ നമ്മൾ വറുക്കാത്ത പൊരിയൊക്കെ എടുത്ത് നമ്മൾ ഒടിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒടിഞ്ഞ് വരില്ല. അപ്പോൾ നല്ല ചൂടാണ്, ഇതിൻ്റെ ചൂട് മുഴുവനും ഒന്ന് മാറണം. ഇനി ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 250 ml കപ്പിന് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് അത്യാവശ്യം ചെറിയൊരു മധുരം ഉണ്ടാവും. നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് പഞ്ചസാര തന്നെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 4 ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒരു 2 ഏലക്കയെങ്കിലും ഇട്ട് കൊടുക്കുക. എന്നാൽ മാത്രമേ ഇതിന് നല്ല ഫ്ലേവറും ഒരു ടേസ്റ്റും ഒക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പം ഞാൻ 4 ഏലക്കയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഏലക്കാപ്പൊടിയാണ് എടുക്കുന്നതെങ്കിൽ പഞ്ചസാരയും കൂട്ടി പൊടിച്ച ഏലക്കാപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ എടുക്കുക. സാധാരണ നമ്മൾ പൊടിച്ചിട്ടെടുക്കുന്ന ഏലക്കാപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ എടുക്കുക. ഞാൻ ഏലക്ക ആയതുകൊണ്ടാണ് ഈ പഞ്ചസാരയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നല്ലോണം പൊടിച്ചെടുക്കാം. പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി പൊടിച്ചെടുത്ത പഞ്ചസാര ഒന്ന് അരിച്ചെടുക്കുക. നമ്മളിതിൽ ഏലക്ക എല്ലാം ചേർത്തുകൊണ്ട് അതിൻ്റെ ചെറിയ തരികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് അരിച്ചെടുക്കാം. ഈ ചെറിയ തരികൾ പോലെ കിടക്കുന്നത് നമുക്ക് വേണ്ട, ഇതങ്ങ് മാറ്റാം. ഇനി നമ്മൾ അരിച്ചെടുത്ത പഞ്ചസാരയിലേക്ക് 1/2 കപ്പ് തിളപ്പിച്ചാറിയ പാല് ഒഴിച്ചു കൊടുക്കാം. പാലെടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള പാല് വേണം എടുക്കാനായിട്ട്. അപ്പോൾ 250 ml കപ്പിന് 1/2 കപ്പ് പാലാണ് അതായി എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പാക്കറ്റ് പാലാണെന്നുണ്ടെങ്കിൽ തിളപ്പിച്ച് അതിൻ്റെ ചൂടൊക്കെ മാറിയിട്ട് വേണം എടുക്കാൻ. ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ.
ഇനി ചൂട് മാറിയ പൊരി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ 2 ബാച്ചായിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. ആദ്യം ഇത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. നമ്മൾ അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാരയും പാലും ഇല്ലേ, അതിലേക്ക് തന്നെ നമുക്ക് ഇതും അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. ഒട്ടും തരികളൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ തരികൾ പോലെയുള്ളത് നമുക്ക് വേണ്ട, ഇത് മാറ്റാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് അരിച്ചെടുക്കാം. രണ്ടാമത്തെ ബാച്ച് പൊടിച്ചെടുത്തതും കൂടി ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതെല്ലാം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഈ ചെറിയ തരികൾ പോലെയുള്ളത് നമുക്ക് വേണ്ട, ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് ഒന്നും ചെയ്യുന്നില്ല. പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തികച്ചും ഓപ്ഷനിലാണ്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. പാൽപ്പൊടി ചേർത്ത് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ പാൽപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് ഒട്ടല് പോലെ കാണും. അങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നെയ്യും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പം കുഴച്ചൊന്ന് ഉരുട്ടിയെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകും. അപ്പം നല്ലോണം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒട്ടു പിടിക്കാതെ അത് കറക്റ്റായിട്ട് അത് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സിലാണ്. ഇത് നല്ലൊരു ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഉരുട്ടിയെടുത്താലും മതി. ഇനി കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് എല്ലാ ഭാഗവും ഒരേപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. നന്നായിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് ഇതൊന്ന് ഡീമോൾഡ് ചെയ്യാം. അപ്പോൾ അത് ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. രണ്ട് സൈഡും ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതുപോലെ സൂപ്പറായിട്ട് അത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നല്ല ഈസി ആയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഈ ഭാഗം കുറച്ചൊന്ന് അപ്പം അതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം അതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തതിൽ നിന്നും ഒരു പീസ് എടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകും. അത്രയ്ക്ക് നല്ല അടിപൊളി ടേസ്റ്റും സോഫ്റ്റുമാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഇനി ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്